സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. സൈനിക യൂണിഫോം ഇട്ട പുടിൻ. അദ്ദേഹം റഷ്യൻ സൈനിക ജനറൽ വലേറി ജെറോസിമോവുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഈ ചിത്രം. സാധാരണ പുടിൻ ധരിക്കാത്ത വേഷമാണ് ഇത്. കോട്ടും സൂട്ടും വേഷത്തിൽ നിന്ന് സൈനിക വേഷത്തിലേക്കുള്ള വ്ളാഡിമിർ പുടിന്റെ ഈ മാറ്റം ട്രംപിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. ഈ വേഷത്തിലെത്തി പുടിൻ നടത്തിയ പ്രഖ്യാപനം അതിനേക്കാൾ ശ്രദ്ധേയമാണ്. ട്രംപ് ഇരിക്കുന്ന വാഷിംഗ്ടണിനെ തന്നെ ലക്ഷ്യം വെക്കാൻ കരുത്തുറ്റ ആണവ പോർമുനയുള്ള മിസൈൽ തങ്ങൾ വിജയകരമായി പരീക്ഷിച്ചുവെന്ന പ്രഖ്യാപനമാണ് പുടിൻ ഈ സൈനിക യൂണിഫോമുമായി ഇട്ടുവന്ന് നടത്തിയത്. അതായത് റഷ്യ എന്തിനും തയ്യാറാണ് എന്നത് തന്നെയാണ് പുടിൻ നൽകുന്ന സന്ദേശം. ട്രംപിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധങ്ങളെ വകവയ്ക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. പകരം അവരെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന ആക്രമണോത്സുകമായ രീതിയാണ് റഷ്യയുടേത് എന്ന് നമുക്ക് വിലയിരുത്താം. ഇക്കാര്യത്തിൽ പുടിൻ സ്വീകരിച്ചിരിക്കുന്നത് കൂട്ടാളിയായ ഇറാന്റെ രീതി തന്നെയാണെന്നും നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അതായത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുള്ള തല ഉയർത്തിപ്പിടിച്ചുള്ള നീക്കം. ഇറാനൊപ്പം ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള ചർച്ചകളും റഷ്യ നടത്തുകയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു രീതിയിൽ കടന്നു കയറാനുള്ള ശ്രമം റഷ്യ നടത്തുകയാണ്. എന്തായാലും ട്രംപിന് ഇത് തിരിച്ചടികളുടെ കാലമാണ്. പുടിന്റെ നീക്കം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ചൈനയുടെ സോയാബീൻ ആയുധം ഏറ്റ ട്രംപ് ചൈനീസ് പ്രസിഡന്റിന്റെ കാൽക്കൽ തന്നെ വീണിരിക്കുന്ന സ്ഥിതിയാണ്. ചൈനയെ അങ്ങോട്ട് താരിഫ് കൊണ്ട് പേടിപ്പിക്കാൻ പോയി ഒടുവിൽ ഇങ്ങോട്ട് പണി വാങ്ങി പെട്ട അവസ്ഥയിലാണ് ട്രംപ്. അതിലേക്ക് നമുക്ക് പിന്നാലെ എത്താം. അതിനു മുമ്പ് ആദ്യം പുടിന്റെ നീക്കം തന്നെ പരിശോധിക്കാം. പുടിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത് എന്ന് കാണാൻ കഴിയും. ഒന്ന്, അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം. 2, റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. 3, റഷ്യയെ നേരിടാൻ യുക്രൈന് ടോമോഹോക്ക് മിസൈൽ നൽകുന്നത് ആലോചനയിലുണ്ടെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനെല്ലാം കൂടി ഒറ്റ മറുപടി നൽകിയിരിക്കുകയാണ് പുടിൻ എന്ന് വിലയിരുത്താം. ആ മറുപടി എന്താണ്? സൈനിക വേഷത്തിലെത്തി അത്യാധുനിക മിസൈൽ പരീക്ഷണം തങ്ങൾ നടത്തി വിജയിപ്പിച്ചു എന്നുള്ള വിവരം പ്രഖ്യാപിക്കുന്നു എന്ന ഒരുപാട് അർത്ഥതലങ്ങളുള്ള മറുപടി. കഴിഞ്ഞ തവണ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ട്രംപിനെ കണ്ടപ്പോഴും ടോമാഹോക്ക് മിസൈലുകൾ തങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അതിന് സമയമായില്ല എന്നായിരുന്നു ട്രംപ് നൽകിയ മറുപടി. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റഷ്യക്കെതിരെ കൂടുതൽ നീക്കങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളും നടത്തിയത്. എന്താണ് അമേരിക്ക യുക്രൈന് നൽകാൻ ഉദ്ദേശിക്കുന്ന ടോമോഹോക്ക് മിസൈലുകൾ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഒരു ആധുനിക ക്രൂയിസ് മിസൈലാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ വേഗം കുറവാണ് ക്രൂയിസ് മിസൈലുകൾക്ക്, പക്ഷേ കൃത്യതയാണ് പ്രധാന സവിശേഷത. ഏകദേശം 1600 കിലോമീറ്ററിനടുത്ത് വരെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനം ആക്രമിക്കാൻ ടോമോഹോക്കിന് കഴിയും. വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനാൽ ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇവയെ എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയില്ല. മിസൈൽ പ്രയോഗിച്ചതിന് ശേഷം ലക്ഷ്യം മാറ്റാൻ കഴിയും എന്നതും ടോമോഹോക്കിനെ കൂടുതൽ മാരകമാക്കുന്നു. എന്നാൽ ഇതിനെല്ലാം കവച്ചു വയ്ക്കുന്ന മിസൈലാണ് റഷ്യ അവതരിപ്പിച്ചിരിക്കുന്ന ബ്യൂറോ വെസ്റ്റിനിക് മിസൈൽ. ഇതും ഒരു ക്രൂയിസ് മിസൈലാണ്, പക്ഷേ 14,000 കിലോമീറ്റർ ആണ് ദൂരപരിധി. അതായത് ലോകത്ത് എവിടേക്കും ആക്രമിക്കാൻ അല്ലെങ്കിൽ എവിടെയും ആക്രമണം നടത്താൻ, നേരത്തെ പറഞ്ഞതുപോലെ വാഷിംഗ്ടണിനെ പോലും ആക്രമിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യം വെക്കാൻ ഈ മിസൈലുകളിലൂടെ റഷ്യക്ക് കഴിയുന്ന സ്ഥിതി. മാത്രമല്ല 15 മണിക്കൂറോളം വായുവിൽ പറക്കാനും ശേഷിയുണ്ട്. ആണവ ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിൻ ഉള്ളതുകൊണ്ടാണ് ഈ ശേഷി കൈവരിക്കാൻ ഈ ബ്യൂറോ വെസ്റ്റിനിക് മിസൈലുകൾക്ക് കഴിയുന്നത്. കൂടാതെ ആണവ പോർമുനയും ഉപയോഗിക്കാൻ കഴിയും. മിസൈലിന്റെ പരിധിയില്ലാത്ത ദൂരം കാരണം ഇതിന് നാറ്റോ നൽകിയിരിക്കുന്ന പേര് SSC-X9 സ്കൈഫാൾ എന്നാണ്. മറ്റ് മിസൈലുകളെക്കാൾ വളരെ താഴ്ന്ന ഉയരത്തിൽ, അതായത് 50 മുതൽ 100 മീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്നതിനാൽ ശത്രുവിന്റെ റഡാറുകളെ 100% കബളിപ്പിക്കാൻ ഈ മിസൈലിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. മാത്രമല്ല സഞ്ചാരപഥം എത്ര തവണ വേണമെങ്കിലും മാറ്റാനും കഴിയും. ഇതെല്ലാം കൊണ്ട് തന്നെ അമേരിക്കയുടെ ടോമോഹോക്കിനേക്കാൾ റഷ്യയുടെ ബ്യൂറോ വെസ്റ്റിനിക്കിന് പ്രഹരശേഷി കൂടുതലാണെന്ന് തന്നെ വിലയിരുത്താം. പുടിൻ 2018 ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ച 6 തന്ത്രപരമായ ആയുധങ്ങളിൽ ഒന്നാമത്തേതാണ് ഈ മിസൈൽ എന്നുള്ള കാര്യവും ഓർക്കുക. ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത തരം മിസൈൽ എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. എന്തായാലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പേടിപ്പിക്കാനുള്ള നീക്കത്തിന് മുന്നിൽ തല കുനിക്കില്ല എന്ന് തന്നെയാണ് പുടിന്റെ നിലപാട്. യുക്രൈൻ വിഷയത്തിൽ അലാസ്ക ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് ഇല്ല എന്നും പുടിൻ വ്യക്തമാക്കുന്നു.
ചില റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ ചൈനയുടെയും ഇന്ത്യയുടെയും ഇറാന്റെയും മറ്റു ചില ഗൾഫ് രാജ്യങ്ങളുടെയും സഹായത്തോടെ മറികടക്കാൻ തന്നെയാണ് റഷ്യയുടെ നീക്കം. പുടിനും ട്രംപും തമ്മിൽ ഹംഗറിയിൽ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ച സാഹചര്യവും റഷ്യയുടെ ഈ പുതിയ നീക്കവുമായി നമുക്ക് കൂട്ടിവായിക്കാം. 2022 പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി ചൈനയാണ്. റഷ്യയുടെ ആകെ കയറ്റുമതിയുടെ ഏകദേശം 32.7% ചൈനയിലേക്കാണ്. തന്ത്രപരമായ പിന്തുണയുമായി ഇറാനും റഷ്യയ്ക്ക് ഒപ്പമുണ്ട്. വർഷങ്ങളായി അമേരിക്കൻ ഉപരോധങ്ങളെ നേരിടുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഇറാൻ ഇക്കാര്യത്തിൽ വലിയ അനുഭവ സമ്പത്തുണ്ട്. ഈ അറിവ് റഷ്യയുമായി ഇറാൻ പങ്കുവെക്കുന്നുണ്ട്. അതായത് ഉപരോധങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ള അറിവ്. ഒപ്പം റഷ്യയ്ക്ക് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഇറാൻ നൽകുന്നു. ട്രംപിന്റെ ഭീഷണികളിൽ പേടിക്കാതെ റഷ്യയിൽ നിന്ന് വലിയ വിലക്കിഴിവിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായി റഷ്യ എണ്ണ വ്യാപാരം നടത്തുന്നുണ്ട്. കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ചർച്ചകളിലുമാണ് റഷ്യ. ഇതിനും ഇറാൻ റഷ്യയെ സഹായിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് അമേരിക്കൻ ഭീഷണിയെ മറികടക്കാൻ ഇറാനെ പോലെ തീർത്തും തന്ത്രപരമായ സമീപനം തന്നെയാണ് പുടിൻ സ്വീകരിക്കുന്നത്. പുതിയ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനൊപ്പം പ്രതിരോധ മേഖലയെയും ശക്തമാക്കി നിർത്തുക എന്നത് തന്നെയാണ് തന്ത്രം. അതിനിടെ ചൈനയെ താരിഫ് യുദ്ധവുമായി പേടിപ്പിക്കാൻ പോയ ട്രംപ് അവരുടെ സോയാബീൻ തന്ത്രത്തിൽ അടിപതറി ഇപ്പോൾ ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ട്രംപ് തോറ്റു തുന്നമ്പാടി ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നാണ് വിദേശകാര്യ വിദഗ്ധർ അല്ലെങ്കിൽ വിദേശകാര്യ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്. അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സോയാബീൻ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ് ചൈന. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് മറുപടിയായി സോയാബീൻ വാങ്ങുന്നത് ഒറ്റ രാത്രി കൊണ്ട് ചൈന അങ്ങ് നിർത്തി. സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കയിൽ നിന്ന് ചൈന സോയാബീൻ ഇറക്കുമതി ചെയ്യുന്നത് 0-ലേക്ക് എത്തി. ഇതോടെ അമേരിക്കയിൽ സോയാബീൻ വില വൻതോതിൽ ഇടിഞ്ഞു. ഇതും പോരാഞ്ഞ് ചൈന മറ്റൊരു തന്ത്രം കൂടി സ്വീകരിച്ചു. ബ്രസീൽ, അർജന്റീന തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി കുത്തനെ കൂട്ടി. അതായത് നേരത്തെ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും വളരെയധികം കൂട്ടി. ഇതും അമേരിക്കൻ കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി. ഷിയുടെ ഈ തന്ത്രത്തിൽ പെട്ടുപോയ അവസ്ഥയിലായി ട്രംപ്. കാരണം അമേരിക്കയിൽ ഈ സോയാബീൻ കർഷകർ രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള ശക്തമായ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ്. മാത്രമല്ല ട്രംപിന്റെ പ്രധാന വോട്ട് ബാങ്കുമായിരുന്നു ഈ കർഷകർ. അത് മനസ്സിലാക്കി തന്നെയാണ് സോയാബീൻ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന തന്ത്രം ചൈന എടുത്തങ്ങ് പയറ്റിയത്. ഈ തന്ത്രത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ട്രംപ് ചൈനയുമായി വ്യാപാര കരാറിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയായിരുന്നു. വ്യാപാര കരാറിലും വളരെ കരുതലോടെയാണ് ചൈനയുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്ന കരാറിന് മാത്രമേ ചൈന നിൽക്കുള്ളൂ എന്നാണ് അവരുടെ വിദേശകാര്യ വിദഗ്ധർ അല്ലെങ്കിൽ വിദേശകാര്യ ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. ചൈനയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള 100% തീരുവ ഒഴിവാക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് നേരത്തെ ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 100% തീരുവ ഞങ്ങൾ പിൻവലിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ചൈന ഉടൻ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ആരംഭിച്ചാലും മറ്റ് വിപണികളെ വിട്ടുകളയേണ്ട എന്നാണ് ചൈനയുടെ തീരുമാനം. അത് തന്ത്രപരമായ തീരുമാനമാണ്. അതായത് പഴയതുപോലെ അത്രയും സോയാബീൻ ചൈന അമേരിക്കയിൽ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ വാങ്ങില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യങ്ങളുടെ പോക്ക് വിലയിരുത്തി മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വളരെ തന്ത്രപരമായ നീക്കം. അതായത് ഇനിയും ട്രംപ് താരിഫുമായി മുന്നോട്ട് വരുമോ ഇക്കാര്യമൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ മാത്രം പഴയ രീതിയിൽ സോയാബീൻ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് ചൈനീസ് പ്രസിഡന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ചൈനയ്ക്കെതിരെ അധിക തീരുവ പ്രയോഗിച്ച് പണി വാങ്ങിയ ട്രംപ് ഇപ്പോഴിതാ പുടിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയും പണി വാങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സാധാരണഗതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ഒതുങ്ങിപ്പോകുന്ന സമീപനമാണ് ചൈനയും റഷ്യയും പൊതുവെ സ്വീകരിക്കാറുള്ളത്. അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ സമീപനമാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഇറാനും ഉൾപ്പെടുന്ന ഒരു ശാക്തിക ചേരി തന്നെ രൂപപ്പെട്ടു. അമേരിക്കയും പാശ്ചാത്യ ശക്തികളെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചേരിയാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇതിനെല്ലാം കാരണം ട്രംപ് തന്നെയാണ്. ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ താരിഫ് യുദ്ധമാണ്. ഇത് തന്നെയാണ് വെനസ്വേലയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയും ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം?
കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.